നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, ആക്ച്വലി 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, പേഴ്സണൽ റീഡിങ്സ് കുറച്ച് ദിവസത്തേക്കില്ല. നെക്സ്റ്റ് ടാരോ ബാച്ച്, ടാരോ ക്ലാസ്, ടാരോ പഠിപ്പിക്കുന്ന ബാച്ച് പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 2-3 ബാച്ച് ഉണ്ടായിരുന്നു. അതിൽ 2 സെക്കൻഡും തേർഡും കൂടി അവസാനം കമ്പൈനായി. ഓക്കെ, സോ എല്ലാം കൂടി ഒന്നിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ കുറച്ച് പ്രാക്ടീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഓക്കെ, അതായത് അവരൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്. കാരണം ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിപ്പിക്കുക. അതായത് ഈ കാർഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ ഒരു കാർഡിനെ കുറിച്ച് തന്നെ എനിക്ക് ഈ 78 കാർഡാണ് ഒരു ഡെക്കിൽ. ഞാൻ ഈ 78 കാർഡിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. സോ ദാറ്റ് ഇതിൻ്റെ ഹിസ്റ്ററി, അതിനെക്കുറിച്ച് അതിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ഇതിലല്ല, ഈ കാർഡല്ല കേട്ടോ, നമ്മൾ പഠിപ്പിക്കുന്ന വേറൊരു ഡെക്കാണ്. ഐ തിങ്ക് ഇതാണ് ഡെക്ക്. സോ ഇതിൽ നമുക്ക് ഇതുപോലത്തെ ഡെക്കാണ്. സോ ഇതിൽ ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ഇതുണ്ട്. ഇതിനൊക്കെ നമുക്ക് ആ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ ഡീറ്റെയിൽഡ് ഇൻ ഡെപ്ത് പോയിട്ടാണ് ഈ കാർഡ്സിനെ കുറിച്ച് പഠിപ്പിക്കാം. സോ അത് ഒരു 78 കാർഡ്സിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്, പിന്നെ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. ഓക്കെ, വീഡിയോ ആൻഡ് ഓഡിയോ നമ്മൾ വാട്സാപ്പിൽ അതിൻ്റെ ഓഡിയോ ഞാൻ ഷെയർ ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ട് വെക്കുന്നതാണ്. സോ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് കാണുകയും ചെയ്യാം, അങ്ങനെ ആയിരിക്കും. സോ ഇവിടെ ഇപ്പം നിങ്ങൾ സപ്പോസ് ആ ക്ലാസ് സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എടുത്ത് നോക്കാം, തീർച്ചയായിട്ടും അത് അവിടെ ഉണ്ടാവും. പിന്നെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് എല്ലാവരും ഒപ്പത്തില്ല, ബിക്കോസ് ഇത് പഠിക്കാൻ ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അത്രത്തോളം താല്പര്യമുള്ളവരാണ് പഠിച്ചെത്തുക. എനിവേ, എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓപ്പനും ആയിരിക്കും, അവൈലബിളും ആയിരിക്കും. പിന്നീടായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനും ഒക്കെ ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ടാവും. സോ വാട്സാപ്പ് ഗ്രൂപ്പായിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇപ്പം അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ 3rd ബാച്ചും കഴിഞ്ഞു. 2nd and 3rd ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ ടൈമിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഒന്നിച്ച് അത് കഴിഞ്ഞു. ഇനി 4th ബാച്ചിലേക്കുള്ള ഞാൻ എടുക്കാൻ പ്ലാൻ ഉണ്ട്. സോ മേ ബി June 15th കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ അതും എൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കൂടി ഇടുന്നതായിരിക്കും. ആൻഡ് അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ റീഡിങ്സ് ഇപ്പോൾ തൽക്കാലം ഇല്ല. ഓക്കെ, സോ എൻ്റെ പൗർണമിയുടെ റിച്വൽസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഫുൾ മൂണിൻ്റെ റിച്വൽസ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ അതിന് വേണ്ടി കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പോസ്റ്റിൽ കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ മെസ്സേജ് ഇട്ട് വയ്ക്കാം. ഓക്കെ, സോ ഇത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു റീഡിങ്, ഡിഫറെൻറ്റ് റീഡിംഗ് ആണ്. ഞാൻ മുമ്പ് ചെയ്യുമായിരുന്നു. ഒരു യു വേഴ്സസ് ദം എന്നുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അതൊരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഇങ്ങനെ ട്രയാങ്കിൾ ആക്കിയിട്ട് വെക്കും. ഓക്കെ, എനർജി, നിങ്ങളുടെ എനർജി ടുവേർഡ്സ് ദം, അവരുടെ എനർജീസ് ടുവേർഡ്സ് യു, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ എവിടേക്കാണ് പോകുന്നത്, അങ്ങനെ നോക്കുന്ന ഒരു റീഡിംഗ് ആണ്. സോ ലെറ്റ്സ് സീ. ഓക്കെ, കൂടുതൽ നീട്ടുന്നില്ല, സോറി. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റീഡിംഗ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യു വേഴ്സസ് ദം എന്ന രീതിയിൽ, ആൻഡ് അതിൻ്റെ ഔട്ട്കമ്മും കൂടി നമ്മൾ നോക്കും. ഓക്കെ, എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാം. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട്, കാർഡ്സ് ലേശം ഇവിടെ എത്തുള്ള കാണില്ല ചിലപ്പോൾ, ബട്ട് ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട്, നിങ്ങളുടെ എനർജീസ് നിങ്ങളുടെ പേഴ്സണിനോട്, ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് നിങ്ങളോട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, ആൻഡ് 1 കാർഡ് ഔട്ട്കം. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കുന്നൊക്കെ മേലെ ആവും. ഓക്കെ, സ്ഥലമില്ല ഇവിടെ. ഓക്കെ, ഇവിടെ ബോട്ടം നമുക്ക് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ഓക്കെ, സോ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സമയമാണ്. ഓക്കെ, നിങ്ങളൊരു നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താണിത്, എങ്ങോട്ടാണിത് പോകുന്നത്, ഇതിൽ എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്തായിരിക്കണം. ഓക്കെ, ഇത് അങ്ങനെ ഒരു വളരെ ഡീപ്പ് തിങ്കിങ്ങിലേക്ക് പോകുന്ന പോലെയാണ്, ഒരു ഡീപ്പ് അനാലിസിസിൻ്റെ സമയമാണ്. നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം. ഒരു അവേക്കനിങ് ടൈം എന്ന് പറയാം. ഓക്കെ, ഇനി ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോയാൽ ശരിയാവില്ല, ഇതിലൊരു മാറ്റം വേണം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ടാവാം, നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് നമ്മുടെ ഓവറോൾ എനർജി വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട് എന്താണ്? 5 of Swords ആണ്, കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ഓക്കെ, വഴക്കോ പ്രശ്നങ്ങളോ വലുതും ഉണ്ടായിക്കാണാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഐ തിങ്ക് വലിയൊരു മേജർ കോൺഫ്ലിക്റ്റ് നടക്കുന്ന പോലെയാണ്. ആര് ജയിക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള പോലെയാണ്. മേ ബി നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ തോറ്റു കൊടുത്തിട്ടുണ്ടാവും മുമ്പൊക്കെ. ഓക്കെ, ബട്ട് ഇപ്പോൾ നിങ്ങൾ ഇനി ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കാം. ബിക്കോസ് സിറ്റുവേഷൻസ് ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് അവസാനം നിങ്ങൾക്ക് മടുത്ത് കാണാം. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ അതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ ആയിരിക്കാം കാണിക്കുന്നത്. സോ നോക്കട്ടെ, നമുക്ക് പേഴ്സൻ്റെ ഫീലിങ്സ് എന്താ നോക്കാം.
മൂൺ കാർഡാണ്. പേഴ്സണും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, പേഴ്സണും കൺഫ്യൂസ്ഡ് ആണ്, ഇമോഷണൽ ആണ്. അവർക്കും ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഐ തിങ്ക് അറിയുന്നില്ല. ആൻഡ് അവരും ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഈവൻ ഇവിടെയും ആക്ച്വലി ഒരു ശരിയും തെറ്റും തമ്മിൽ, അല്ലെങ്കിൽ ഏത് വഴി വേണം, ഏത് പാത്ത് വേണം, എന്താണ് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഇവിടെ ഹിഡൻ ആയിട്ട് മനസ്സിൽ ഇങ്ങനെ കുറെ ചിന്തകളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ആക്ച്വലി ഇമോഷൻസ് ഉണ്ട് എന്നും പറയാം. മേ ബി നിങ്ങൾ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇമോഷണൽ ആവുന്നുണ്ട്, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കിനെ പ്രശ്നത്തിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. അവരും ഒരു സാഡ് ഫീലിംഗ് ഉണ്ട് അവർക്കും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്കും ഉണ്ട് അവർക്കും ഉണ്ട്. ഇവിടെ രണ്ടുപേരും പരസ്പരം ഇപ്പോൾ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എനർജി എന്നൊക്കെ പറയാം. ഓക്കെ, പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യമായിരിക്കാം. ചില കാര്യങ്ങൾ വ്യക്തമല്ല എന്നുള്ള രീതിക്ക് ഈവൻ പേഴ്സണും ചിന്തിക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യങ്ങളൊന്നും ക്ലാരിറ്റി ഇല്ല എന്ന രീതിക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, അതായത് 6 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ, നിങ്ങൾക്ക്, അതായത് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് അതായിരിക്കും ന്യായം എന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് ഇട്ട എഫേർട്ട് പോലെ, നിങ്ങൾ അങ്ങോട്ട് സമയം കൊടുത്തു, നിങ്ങളുടെ എനർജി കൊടുത്തു, എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇവിടെ അതായിരിക്കും ഐ തിങ്ക് ഒരു കോൺഫ്ലിക്റ്റിന്റെ റീസൺ തന്നെ അതായിരിക്കാം. നിങ്ങൾ പറയുന്നത്, അതായത് ഞാൻ അങ്ങോട്ട് അത്രയും ചെയ്തിട്ടും എനിക്ക് ഒരു അർഹിക്കുന്നത് കിട്ടിയിട്ടില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒരു ഇംബാലൻസ് ആണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ ചെയ്തു, പക്ഷെ ഇങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടത് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ 2 സിറ്റുവേഷൻ എന്ന രീതിക്ക് നമുക്ക് 2 മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് എന്നെടുക്കാം. നിങ്ങളുടെ പേഴ്സണിന്റെ അറ്റൻഷൻ അവർ പലർക്കും ഡിവൈഡ് ആയിട്ട് പോകുന്നു, നിങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്ന രീതിക്കുള്ള ഒരു ചിന്തയാണ്. സോ നിങ്ങളുടെ പേഴ്സണിന്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ്? 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ആക്ച്വലി വളരെ നല്ലൊരു എനർജിയാണ്. അവർ ആക്ച്വലി എവിടെയോ ശരിക്കും നിങ്ങളെ കാണുന്നത് അവരുടെ ഫീലിങ്സിൽ എവിടെയോ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് കൊണ്ടുവരുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു വിഷ് ആണെന്നുള്ള രീതിയിലാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ഒരു ആഗ്രഹം എന്ന രീതിയിൽ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ എവിടെയോ പെൻറ്റക്കിൾസിൻ്റെ കാണുന്നുണ്ട്. സോ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗെയിൻ ഇവിടെയും ആ കൺഫ്യൂഷനും കൂടി വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്, അതായത് ശരിക്കും നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അവർക്ക് എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, അവരൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു ലൈഫിൽ തന്നെ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് അത് കൊണ്ടുവരുന്നത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങൾ കാരണം അവർക്ക് പല ലക്കും വന്നിട്ടുണ്ടാവും, അതും ഉണ്ടാവും. ഓക്കെ, ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും അവർക്ക് നല്ല രീതിക്ക് പോയിട്ടുണ്ടാവും. ഈവൻ നിങ്ങൾ ചിലപ്പോൾ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത് കാണാം, ചിലപ്പോൾ അതുമൊക്കെ ആയിരിക്കാം. ബിക്കോസ് ഇവിടെ ഫൈനാൻസിൻ്റെ കാര്യം 2 കാർഡിലും ഉണ്ട്. സോ മേ ബി ഫൈനാൻഷ്യലി നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്ത് കാണാം, കുറേയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് കാണാം. ലേഡീസ് ആയാലും ജെൻസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോളൂ. ഇൻ കേസ് ഇവിടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കാണും അവരുടെ ലൈഫിൽ. എന്തായാലും അവർക്ക് ആ റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ്. ശരിക്കും നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങളെ കാണുന്നത് തന്നെ മേ ബി നിങ്ങൾ അബൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളൊരു നല്ലൊരു സ്ഥാനത്താണ്, നിങ്ങളുടെ ഫൈനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ നല്ലൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടാവും. എൻ്റെ എവിടെയോ നിങ്ങളോടുള്ള ആ റെസ്പെക്റ്റും സ്നേഹവും എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്നിച്ചൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലാണ്. നിങ്ങൾ തമ്മിൽ നമ്മളൊരു നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഐ തിങ്ക് ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഐ തിങ്ക് അതെല്ലാം മനസ്സിൽ മാത്രമാണ്. ഓക്കെ, ബട്ട് ആക്ഷൻസിലേക്ക് വരുന്നില്ല. ഓക്കെ, ആക്ഷനിലില്ല എന്ന് പറയില്ലേ, ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫീലിങ്സിലുണ്ട്, പക്ഷെ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മൾ പറയില്ലേ എല്ലാം ഇതിൻ്റെ വേറൊരു കാർഡിൽ മുന്തിരികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു പിക്ചറിൻ്റെ ഒരു ഇതുണ്ട്. അതായത് മുന്തിരികളെല്ലാം വിളഞ്ഞു ഇതായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അത് പറിക്കുകയും കൂടി വേണം അല്ലേ, പറിച്ചത് നമ്മൾ അങ്ങനെ ഒരു എനർജി ഇല്ല ഇവിടെ. അതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, സോ പേഴ്സൺ എവിടെയോ രണ്ടുപേരും ഐ തിങ്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന രീതിയിലാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഫീലിങ്സ് വരുമ്പോൾ ഇവിടെ പ്രാക്ടിക്കലായിട്ടുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഈ ഇമോഷൻസ് മാറ്റി വെച്ച് പ്രാക്ടിക്കലായിട്ട് ഇനി എന്താണ് കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടുപേരും നിൽക്കുന്നത്. ഓക്കെ, പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വിഷൻ ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം മേ ബി ആക്ഷനിൽ കാണുന്നുണ്ടാവില്ല, അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൻ്റെ എനർജി. ഓക്കെ, ലവേഴ്സ് എനർജി. ഓക്കെ, ഞാൻ മറക്കേണ്ടി വരും ചില കുറച്ച് പോർഷൻസ്. ഓക്കെ, ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ. സോ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഗൈൻ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ക്ലോസ് ബോണ്ടാണ്. ഓക്കെ, ശരിക്കും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള അത്രയും അട്രാക്ഷൻ, സ്നേഹം, ഫീലിങ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, എവറിത്തിങ് ഇസ് ദെയർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ബോണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ അത്രയും സ്നേഹത്തോടെ നിന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, വളരെ സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ സോൾ ടു സോൾ കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പേഴ്സണെ നിങ്ങൾ ദൂരെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഐ തിങ്ക് അവരെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയായിരിക്കും. ഓക്കെ, എനർജീസ് നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
ആൻഡ് യെസ്, വളരെയധികം ശരിക്കും സ്നേഹം, രണ്ടുപേരും വളരെയധികം ഡീപ്പ് ഒരു ലവ് തന്നെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം സ്നേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റിൽ ആക്ച്വലി വളരെ നല്ലതായിരുന്നു, പിന്നെ എവിടെ തെറ്റിയത്? പ്രസൻറ്റ് ഓക്കെ, പ്രസൻറ്റ് എനർജിയിൽ കിങ് ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, സോ യെസ്, കറണ്ട് എനർജിയിൽ, അതായത് ഇപ്പോഴത്തെ എനർജിയിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ലേശം സ്റ്റബേണായിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, കുറച്ചൊരു കടുംപിടുത്തം, മേ ബി അവരുടെ സ്വഭാവമായിരിക്കാം. അവരുടെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് ജെൻസ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആരെങ്കിലും ജെൻസ് ആയാലും ലേഡീസ് ആയാലും, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ലേശം സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതി കാണുന്നുണ്ട്. അവർ ഇമോഷൻസും ഇവിടെ ഇത്രയും റൊമാൻറ്റിക് ആയ വ്യക്തി, ഓക്കെ, ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ വളരെ റൊമാൻറ്റിക് ആയിട്ട്, വളരെ നമ്മൾ സ്നേഹത്തോടെ, നിങ്ങൾ നമ്മൾ ഫ്ലർട്ടിങ്, ഫൺ, എൻജോയിങ്, എന്ത് തന്നെയായാലും ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി ഒരു ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താവും, വാള് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താവും? ഓക്കെ, സോ ഇവിടെ ആ ഒരു മാറ്റമാണ് അത് നിങ്ങൾക്ക് ഐ തിങ്ക് വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചിരിച്ചു എന്നേ ഉള്ളൂ, സോറി, ഇതിനെ പറഞ്ഞാണ്. ബട്ട് യെസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ പേഴ്സൺ ടോട്ടലി ചേഞ്ച് ആയി. ഓക്കെ, ഇപ്പോഴത്തെ എനർജിയിൽ നോക്കുമ്പോൾ പേഴ്സൺ വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ, കൺട്രോളിങ് ആയിട്ട് നിൽക്കുന്ന പോലെ, ഒരു ചിലപ്പോൾ ദേഷ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ദേഷ്യം കാണിക്കുന്നുണ്ടാവാം, അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട് എനിക്ക്. എവിടെയോ അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ചുകൂടി സ്റ്റബേൺ ആയ പോലെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ വളരെ പ്രാക്ടിക്കലായിട്ട് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം മേ ബി ആ സ്നേഹം പ്രകടിപ്പിക്കാതെ ഓക്കെ, അവർ അങ്ങനെ കുറച്ചൊരു എനർജി അവർ മാറ്റം വന്നിട്ടുണ്ട്. സോ പ്രസൻറ്റിൽ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ, ആൻഡ് എനിവേ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു ഫൈറ്റിൻ്റെ എനർജിയും യെസ് തീർച്ചയായിട്ടും ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഫ്യൂച്ചറിലേക്ക് എന്താ കാണുന്നത് എനിക്ക്. വാളും പരിചയമായിട്ടുള്ള, അയ്യോ, ഓക്കെ, ഓ ഗോഡ്, സീരിയസ്ലി ഐ തിങ്ക് ഇത് നിങ്ങളാണോ ഫൈറ്റ് ചെയ്യുന്നത് അതോ അവരാണോ? എന്തായാലും രണ്ടാളും കണക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്ക്. സ്നേഹം എന്നുള്ളത്, സോറി, എനിക്ക് ചിരി നിർത്താൻ പറ്റത്തില്ല, സോറി. നിങ്ങൾ തമ്മിലിപ്പോൾ സ്നേഹം എന്നുള്ളത് പോയിട്ട് ഇപ്പോൾ രണ്ടുപേരും വാളെടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അതിനുള്ള സമയമായി, അതാണ്, സോറി. ഓക്കെ, ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ട് ഇവിടെ. സോ യെസ്, തീർച്ചയായിട്ടും ഐ തിങ്ക് ഇവിടെ ആ സമയം അതാണ്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഓക്കെ, അവർ ആക്ഷൻ എടുക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കണം, നിങ്ങളോട് ആത്മാർത്ഥതയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം. ഓക്കെ, അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇവിടെ വാളാണെങ്കിൽ പോലും ഐ തിങ്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നേഹം കാണാനാണ്. ആ പഴയ പോലത്തെ ആ ഒരു സ്നേഹത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ പഴയ പോലെ സിറ്റുവേഷൻ തിരിച്ചു വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു എനർജി അല്ല. ഐ തിങ്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് തന്നെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അത് നിങ്ങൾ തമ്മിലുള്ള നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് എത്ര എഫേർട്ട് ഇട്ടിട്ടും അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്നതുകൊണ്ടായിരിക്കും. സോ ആ ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് ഇവിടെ തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണോട് തീരുമാനം എടുക്കാൻ, ഡിസിഷൻ എടുക്കാൻ മതി, സമയമായി എന്ന് പറയുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ ഈവൻ യൂണിവേഴ്സും അത് തന്നെയാണ് സൂചന കൊടുക്കുന്നത്, ദാറ്റ് ഇനി തീരുമാനിക്കാനുള്ള സമയമാണ്. ഓക്കെ, സിറ്റുവേഷൻ ഇതുവരെ കുറച്ച് ഇംബാലൻസ് ഉണ്ടായിരുന്നു, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന രീതിക്കാണ് യൂണിവേഴ്സ് കാണിക്കുന്നതും. ഓക്കെ, സോ ഇവിടെ യെസ്, ഒരു ഡിസിഷൻ്റെ ടൈമായിട്ട് എനിക്ക് കാണുന്നുണ്ട്, ആക്ഷൻ്റെ ടൈമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊരവസ്ഥ എത്തുന്നുണ്ട്. ഓക്കെ, ഞാനത് ലാസ്റ്റ് വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇതൊരു ഔട്ട്കം കാർഡ് എന്ന് പറയും നമ്മളിത്. ഓക്കെ, ഔട്ട്കം അതായത് നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെ കണ്ടിന്യൂ ആകുമ്പോൾ എന്താകും, ലൈക്ക് ഒരു പോസിറ്റീവിലേക്കാണോ പോകുന്നത്, നെഗറ്റീവിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും, സന്തോഷമാണോ അതോ വിട്ട് പിരിയാനുള്ള സാധ്യതയാണോ എന്താണെന്നോ. ബട്ട് ഇവിടെ സണ്ണാണ് എന്തായാലും. ഓക്കെ, സോ സണ്ണ് വരുമ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു പോസിറ്റീവ്നെസ് ആണ്, നിങ്ങൾക്കൊരു സന്തോഷമാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ബി ഹാപ്പി. ഓക്കെ, ശരിക്കും പോസിറ്റീവായിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, സിറ്റുവേഷൻ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങളെ കുറച്ചുകൂടി നിങ്ങൾ തമ്മിലൊരു സന്തോഷം വരുന്ന സമയമാണ്. ഓക്കെ, അത് ഹാപ്പിനെസ്സിൻ്റെ സമയമാണ്, സെലിബ്രേഷൻ്റെ സമയമാണെന്നാണ് പറയുക. സൺ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൊണ്ടുവരും. ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരുന്ന ഒരു കാർഡാണിത്. ഓക്കെ, സോ നമുക്കിത് വളരെ പോസിറ്റീവ്. ആക്ച്വലി സൺ ഇസ് ദ ബെസ്റ്റ് കാർഡ് എന്ന് പറയും. നമ്മൾ ഈ ഹോൾ ഡെക്കിൽ തന്നെ നമ്മൾ സണ്ണിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ്സ് ആണ്. സോ തീർച്ചയായിട്ടും യെസ്, ഇവിടെ നിങ്ങൾക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടൊരു ഔട്ട്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതെന്തായിരിക്കും എന്ന് വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ നോക്കാം. സോറി, ഞാൻ എൻ്റെ ഇടയിൽ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സൺ കാർഡ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് ഞാൻ അങ്ങോട്ട് വെക്കാം കേട്ടോ. ഓക്കെ, അത് അവിടെ ഇരിക്കുമ്പോൾ കാണില്ല നിങ്ങൾ. ഓക്കെ, പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക, വാട്ട് ക്യാൻ യു എക്സ്പെക്ട്? ഈ പോസിറ്റീവ് ഔട്ട്കം യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാണ് സാധ്യത എന്നാണ്. ഹൈറോഫാന്റ്, വെരി നൈസ്. ഓക്കെ,
ആൻഡ് പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, ആൻഡ് 7 of Wands. യെസ്. ഓക്കെ, സി നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ഭാഗത്ത് എപ്പോഴും ഒരു ഹോൾഡ് ബാക്ക് എനർജിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ലൈക്ക് അവർ ശരിക്കും നിങ്ങൾക്ക് തരേണ്ട രീതിയിൽ തന്നിട്ടില്ല. അതായത് എന്ത് കാര്യമായാലും, ഈവൻ ഫൈനാൻഷ്യലി ആയാലും. എന്തുകൊണ്ടോന്ന് എനിക്കറിയില്ല, ഫൈനാൻസിൻ്റെ കാര്യം കുറച്ച് കാണുന്നുണ്ട് ഇവിടെ. സോ മേ ബി ഫൈനാൻഷ്യലി അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരാനുണ്ടാവാൻ പൈസ അങ്ങനെയായിരിക്കാം, വോട്ടെവർ. ആ കാര്യം നമ്മുടെ ഇടയിൽ കൊണ്ടുവരണ്ട. ഓക്കെ, അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് ഇവിടെ പല കാര്യം ലൈക്ക് സിറ്റുവേഷനിൽ ശരിക്കും അവരിടേണ്ട എഫേർട്ട് അവരിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നല്ല. യെസ്, അങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടെ അവർ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഓക്കെ, നിങ്ങളോട് ഫുള്ളി ഓപ്പൺ അപ്പ് ആവാൻ, നിങ്ങളോട് ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ അവരിതുവരെ കുറച്ചൊന്ന് ഹോൾഡ് ബാക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതിലാണ് മാറ്റം വരുന്നത്. ഇവിടെ എനിക്ക് കാണുന്ന ഹെയർഫെൻ്റ് ആണ്. സോ യെസ്, ഇവിടെ ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നായിരിക്കാം. കുറച്ച് പേർക്ക് ഒരു മാരേജ് എനർജി എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ ഇടയിൽ തടസ്സം ഉണ്ടാവാം. ബട്ട് ഇവിടെ നമ്മൾ ഔട്ട്കം ആണ് നോക്കുന്നത്. സോ യെസ്, ഇവിടെ നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വലി കുറച്ചുകൂടി കണക്ഷൻ സ്ട്രോങ് ആവുന്ന രീതിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ പേഴ്സൺ ഐ തിങ്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന പോലെയുണ്ട്. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ്, 7 of Wands ആണ്. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. പേഴ്സൺ കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയും പറയാം. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഒരു പഴയ പോലെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വളരെ എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വരുമോ എന്നുകൂടി നോക്കാം. ക്ലാരിറ്റി വരുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് വേണ്ടി പേഴ്സൺ സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതുണ്ട്. ഓക്കെ, വേൾഡ് ഉണ്ട്. ഒരു കാർഡ് കൊടുത്തേക്കാം. ഓക്കെ, 7 of Swords. ഓ, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇമോഷൻസ് ഒന്ന് വരുമോ നോക്കിയതാണ് ഞാൻ. അതായിരുന്നു മെയിൻ എൻ്റെ ഉദ്ദേശം. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ യെസ്, അവർ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മാറി നിന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, ആ സൈക്കിളിൻ്റെ ഒരു എൻഡിങ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതുവരെയുള്ള അവോയ്ഡിങ്, ഇതുവരെയുള്ള ആ ഒരു ഹോൾഡ് ബാക്കിൻ്റെ എനർജിയുടെ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് പുറത്ത് വരാൻ പോകുന്നത്. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. സോ യെസ്, അവർക്ക് ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് അവർ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊരു മാറ്റം വരും. ഓക്കെ, പേഴ്സൺ ഇവിടെ കിങ് ഓഫ് സോർഡ്സ് എനർജിയിലായിരുന്നു. ഓക്കെ, ആ സോഡ് മാറ്റിയിട്ട് അവർ കപ്പ് പിടിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വലിയ കാര്യമല്ലേ നമുക്ക്. ഓക്കെ, സോ യെസ്, ഇവിടെ പേഴ്സൺ ആ ഒരു വാളിനേക്ക് ഒന്ന് മാറ്റി കുറച്ചുകൂടി ഒന്ന് ഇമോഷണലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, സോ യെസ്, ഒരു ചേഞ്ച് വരുന്നുണ്ട്. സിറ്റുവേഷനിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാം എന്നാണ് പറയുന്നത്. ഐ തിങ്ക് അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ജഡ്ജ്മെൻ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഓക്കെ, ഇവിടെ നമ്മൾ തുടക്കം പറഞ്ഞത് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് നിങ്ങൾ തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സിറ്റുവേഷനെ മാറ്റാനുള്ള ഒരു അവസരമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോഴും ഈ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവരുത്. ബിക്കോസ് ചില കാര്യങ്ങൾ ആവശ്യമാണ്, അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി വരിക, ഒരു സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒരു വ്യക്തത വരിക. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ അവരോട് ക്ലാരിറ്റി ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. എപ്പോഴും നല്ല പറയുന്ന കേട്ടോ. ഓക്കെ, സൂക്ഷിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യാം. ബട്ട് ഐ എം ജസ്റ്റ് സെയിങ്. ഓക്കെ, സോ യെസ്, എന്തായാലും വളരെ പോസിറ്റീവായിട്ട് റീഡിംഗ് ആയിരുന്നു നമുക്ക്. എന്തായാലും എല്ലാവർക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണും ഈ ഒരു ടൈപ്പ് റീഡിംഗ് എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.